ഞാൻ ചെയ്തത് ഇന്ന് നമ്മൾ ഫുഡ് വ്ളോഗ് ചെയ്യാൻ പോകണം. നമ്മൾ ഇങ്ങോട്ടും പോണില്ല, ഫുഡ് വ്ളോഗ് മാത്രമേ ചെയ്യാൻ പോകണം. സോ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഇൻജോബി തായ്ലാൻഡ് ഫ്ലേവറാണ്. എൻ്റെ കൂട്ടുകാരി എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. ഞാൻ എപ്പോഴും ഈ സാധനം ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ചെയ്യും. സോ ഇത് വലിയൊരു പാക്കാണ്. ഞാൻ തൃശ്ശൂർ വീടിൻ്റെ അടുത്തുള്ള ഹൈലൈറ്റ് മാൾ, ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തേ. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ച പാക്ക് അമ്മയുടെ ഇത് കാശ്. അപ്പം നമുക്കിതുണ്ടാക്കാം, പൊട്ടിക്കാം. സിംഗിൾ പാക്ക് ഇങ്ങനെയാണോ പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ പടം പൊട്ടിയത് ഇതിങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ കാണിക്കാം. ഞങ്ങളുടെ കുട്ടി ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ചിക്കൻ എടുക്കാം. സോ ആക്ച്വലി ഇത് ലുലു മോളിൽ നിന്ന് വാങ്ങിച്ച ചിക്കനാണ്. മീൻസ് ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ആക്ച്വലി ഇപ്പോൾ കറി ആയിരിക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് കളറാകുമ്പോൾ നമ്മൾ നമ്മുടെ മീൻസ് ചിക്കൻ കാണാൻ ഭംഗിയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മീൻസിൻ്റെ ഗ്രേവി റെഡി. ചെറുപയർ കറി പോലെ ഇല്ല സംഭവം, അല്ല ചെറുപയർ കറി പോലെ ഉണ്ട്. പക്ഷെ ഇത് മീൻസിൻ്റെ ചിക്കനാണ് ഗൈസ്. ഇതിനെ പൊട്ടിച്ച ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഇത് ഓയില്, ഇത് സോസ്, സോയ സോസ്, ഇത് പൗഡർ, സീസണിങ് പൗഡർ, ഇത് ചില്ലി ഫ്ലേക്സ്. ഈ 4 സാധനങ്ങൾ ഉണ്ടാവില്ല. നമ്മളിതെല്ലാം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ആദ്യം ഈ 2 സാധനങ്ങൾ അതിലിടാം. ബാക്കിയുള്ളത് വേറെ മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പോഴാണ് ചെയ്യണം. ഇറ്റ് ഈസ് ദ സോസ് ആൻഡ് ഓയിൽ. നമ്മൾ നൂഡിൽസ് ഇതിലേക്കിടും. ചോപ്സ്റ്റിക്സ്. അപ്പോൾ ഫൈനലി നമ്മുടെ ബോൾ ഓഫ് ഇൻഡോമി റെഡി. നിങ്ങൾ ഐസയ്ക്ക് ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ അറിയാം. So guys, please try it out. Enjoy.